ഇന്ന് ഒരു മീൻകറി വെക്കാമെന്ന് വെച്ചു. അത് വറുത്തരച്ച മീൻകറി. അതിന് വറുക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ, ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 കഷ്ണം വെളുത്തുള്ളി, ഉലുവ, കുറച്ച് കുരുമുളക്. ഇതെൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. ഇവിടെ എരിവൊക്കെ കുറച്ച് മതി. അതുകൊണ്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇടുക. തേങ്ങ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വറുക്കുക. അതിനെ വലിയ തീ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ എരിവ് വേണ്ട, അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കിയ മീൻ ഞാൻ എടുത്തേക്കുന്നത് കേരച്ചൂരയാണ്. അതിലേക്ക് ഒരു മുരിങ്ങയ്ക്കായ, ഒരു തക്കാളി, ഒരു പച്ചമുളക്. പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല, ഇവിടെ എരിവ് വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റിന് ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ വറുത്ത തേങ്ങ അരച്ചത് ചേർക്കുക. മിക്സി കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയുടെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു കുടംപുളിയും കൂടെ ഇടയാണ്. ഞങ്ങളിതിന് കുടംപുളി എന്നാണ് പറയുന്നത്. തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടുന്നത്. കുറച്ച് വാളംപുളി ഇല്ലയോ, പിഴിപുളി എന്നൊക്കെ പറയും ആൾക്കാർ. വാളംപുളിയുടെ കുറച്ച് പൾപ്പ് കൂടെ ചേർക്കുവാണ്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അപ്പോൾ മീനിൻ്റെ പുളി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറ്റാനുണ്ട്. കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. മീൻകറി ആയോ നോക്കാവേ. മീൻകറി പറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അണച്ച് വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം.
മീൻ കറി റെഡി. എല്ലാവരും കഴിച്ചോളൂ.